ഹലോ എല്ലാവരും വീക്കെൻഡായിട്ട് എന്താ പരിപാടി? ഞങ്ങൾ ഇന്ന് വീക്കെൻഡായിട്ട് ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ടാണ് നമ്മളെവിടെ പോകുന്നത്. ആരാധ്യ സീ ലൈൻ ബീച്ചിൽ പോവാണ്. അപ്പോൾ ഇവിടെ ഇപ്പം സമയം 4 മണി കഴിഞ്ഞു. അപ്പം സീ ലൈനിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. കം ലെറ്റ്സ് ഗോ. ഇന്നത്തെ നമ്മുടെ പ്ലാനിൽ നമ്മൾ മെമ്പേഴ്സിനെ കാണിച്ചു തരാം. എല്ലാവരും ഹായ് പറഞ്ഞോളൂ. ഹായ്. ഇന്ന് നമ്മുടെ ആവണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇപ്പം സീ ലൈൻ ബീച്ചിലേക്ക് പോകുന്നത്. ഞാൻ പണ്ടെങ്ങാണ്ടോ പോയിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് വണ്ടി ഇല്ലാത്തത് കാരണം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാം ഒത്തു വന്നതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ആവണിയുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്താ ഇതിൻ്റെ ഇടയിൽ കയറിയിരുന്ന കേക്ക് കട്ടേണെന്ന് ആലോചിക്കുന്നവരോട് ആക്ച്വലി ചേച്ചി എനിക്കൊരു സർപ്രൈസ് തന്നതാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ October 24th, ആവണിയുടെ ബർത്ത്ഡേ October 27 ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരുടെയും കൂടി പേര് വെച്ചിട്ട് ചേച്ചി എനിക്ക് ഒരു സർപ്രൈസ് തന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനും കൂടി കട്ട് ചെയ്യണത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ആക്ച്വലി ഉണ്ടല്ലോ, ഇപ്പോൾ ദോഹയിൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കൊരു 12 മണിക്കെങ്കിലും ഇറങ്ങണം. എന്നാലേ നമുക്ക് വെട്ടത്തിൽ എന്തെങ്കിലും കിട്ടുള്ളൂ. നമ്മൾ 4 മണിക്ക് ഇറങ്ങിയപ്പോൾ ഓൾറെഡി സൂര്യൻ്റെ അങ്ങ് അസ്തമിക്കാറായി കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും അവിടെ ഇരുട്ടായി. ലൈക്ക് വെട്ടത്തിൽ നമുക്ക് അധികം ഒന്നും ഫോട്ടോസ് എടുക്കാനായിട്ടോ വീഡിയോസ് എടുക്കാനോ പറ്റിയില്ല. നമ്മളൊരു 12 മണിക്കെങ്കിലും ഇറങ്ങിയെങ്കിലും ഓക്കെ ആയാനായിരുന്നു. പക്ഷേ നമ്മൾ ആക്ച്വലി ടൈമിംഗ് വെച്ച 4 മണി വളരെ നേരത്തെ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സൺസെറ്റ് ആയിരുന്നു. ഇവിടെ പിന്നെ കാറ് നമ്മൾ ടയറിൻ്റെ എയർ ലൂസാക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ മരുഭൂമിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ സീ ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്തത്.
വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. മിക്കവരും ഇതുപോലെ ഗ്രൂപ്പായിട്ട് ബാർബിക്യൂ സെറ്റപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർഡായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു, ലൈക്ക് നമ്മൾ കുറച്ച് പേരാണ് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ വന്നത്. അപ്പോൾ അടുത്ത തവണ നമ്മളിങ്ങനെ വിചാരിച്ചു ലൈക്ക് ഒരു ബാർബിക്യൂ സെറ്റപ്പൊക്കെ ആയിട്ട് വന്ന് കുറച്ച് നേരത്തെ വന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യണമെന്ന്. ബിക്കോസ് ഇപ്പോൾ നല്ല വെതറായത് കാരണം അവിടെ ഇങ്ങനെ ഇരിക്കാൻ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ഒരു ബോറടിയും ഇല്ല. ലൈക്ക് ടൈം പോകുന്നതേ അറിയില്ല. ഇങ്ങനെ ആ കടലും ആ ഒരു മൂണും ഒക്കെ നോക്കി പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ കണ്ട് ഇരിക്കാൻ തന്നെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി, കുറേ നേരം നമ്മൾ നടന്നു, മരുഭൂമിയിലേക്ക് നമ്മൾ കുറേ നേരം നടന്നു. എന്നിട്ട് പിന്നെ കുറേ നേരം മണ്ണിലൊക്കെ കളിച്ചു. പിന്നെ കുറേ നേരം ഇങ്ങനെ ചന്ദ്രനെയൊക്കെ നോക്കിക്കൊണ്ട് ഇരുന്നു. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ബീച്ചിലൊന്ന് ജസ്റ്റ് കാല് നനച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയായിരുന്നു സീ ലൈൻ ബീച്ചിൻ്റെ ഞങ്ങളുടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി ആൻഡ് ബൈ ബൈ.